إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين يكتمون ما أنزل الله من الكتاب ويشترون به ثمنا قليلا إن الذين نشيما يملكوتر يكتمون അവർ മറച്ചു വെക്കുന്നു അല്ലാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ച ഒന്നിനെ മിനൽ കിതാബി അവന്റെ വേദഗ്രന്ഥത്തിൽ നിന്ന് വയസ്തറൂന അവർ വാങ്ങുകയും ചെയ്യുന്നു ബിഹി അതിലേക്ക് സമനൻ കലീലൻ തുച്ഛമായ വില വാങ്ങുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഈ ആയത്തിൽ കൂടി നൽകുവാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണ്? പൊതുജനങ്ങളെ, സാധാരണ ജനങ്ങളെ അവരെ വഞ്ചിച്ചുകൊണ്ട് തന്ത്രത്തിൽ അവരുടെ ധനം തട്ടിയെടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന മതപൗരോഹിത്യത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിൽ കൂടി നമുക്ക് വെളിവാക്കി തരുന്നത്. കൃത്യമായി അവരുടെ അടയാളം എന്താകുന്നു? അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിശുദ്ധ വചനങ്ങളെ അവർ മറച്ചു വെക്കും. എന്നിട്ട് അതിന്റെ പേരിൽ ജനങ്ങളുടെ ധനം തന്ത്രപൂർവം അവർ തട്ടിയെടുക്കുകയും ചെയ്യും. എങ്ങനെയാണിത് സാധ്യമാകുന്നത്? അല്ലാഹുവിന്റെ വചനങ്ങൾ മറച്ചു വെക്കുന്ന മൂലം അവർക്ക് ധനം ലഭിക്കുന്നത് എങ്ങനെയാണ്? അല്ലാഹുവിന്റെ വിശുദ്ധ വചനങ്ങൾ മനുഷ്യരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് എല്ലാ നിയമവശങ്ങളും ഉൾക്കൊള്ളുന്നതാണ് അല്ലാഹുവിന്റെ വിശുദ്ധ വചനങ്ങൾ. ആ വിശുദ്ധ വചനങ്ങൾ അവർ സൗകര്യപൂർവം മറച്ചു വെക്കുകയും അതിന് പകരമായി അവരുടേതായ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർമ്മിച്ചുണ്ടാക്കി പൊതുജനങ്ങളോട് പറയും, ജനങ്ങളെ, ഇതാണ് നിങ്ങൾ മതമായി അനുഷ്ഠിക്കേണ്ടത്, ഇതാണ് വേദഗ്രന്ഥത്തിന്റെ പഠന മൂലം നമുക്ക് ലഭിച്ച അറിവ് മൂലം നമുക്ക് ലഭിച്ചത് ഇതാകുന്നു, അതുകൊണ്ട് ഇതാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവർക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ധനസമാഹരണങ്ങൾ നടത്തിക്കൊണ്ട് അതിന്റെ പങ്കുപറ്റുകയും ചെയ്യും. ഇങ്ങനെയുള്ള പല പല തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് പൊതുജനങ്ങളുടെ അവരുടെ കയ്യിലുള്ള ആ നിസ്വാർത്ഥരായ നിഷ്കളങ്കരായ ആ ജനങ്ങളുടെ കയ്യിലുള്ള ധനം തന്ത്രപൂർവ്വം തട്ടിയെടുക്കുന്ന ഒരു പൗരോഹിത്യത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല നഖിഷികാന്തം ഈ ആയത്തിൽ കൂടി വിമർശിക്കുന്നത്. അത്തരം ആൾക്കാരിന് വിട്ടു നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.